ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസി ടേസ്റ്റ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൽപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 250 ml കപ്പാണ്. 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. ഈ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. അപ്പം ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് അപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടിച്ചെടുത്തത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല ലൂസിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ലൂസിൽ തന്നെ വേണം. നമുക്ക് ഇത് നല്ല നൈസായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ദോശമാവിനേലും കുറച്ചും കൂടി ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. ഇവിടെ ഈ ഒരു ലൂസിൽ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് 1.5 കപ്പ് മൈദപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നല്ല ലൂസിൽ നമുക്ക് കിട്ടുള്ളൂ. നല്ല നൈസായിട്ടുള്ള പത്തിരിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. നിന്ന് വേഗട്ടെ കേട്ടോ. ഇതിപ്പോൾ ഒരു വശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ടിട്ടു അപ്പം തന്നെ എടുക്കാം കേട്ടോ. അത് മൊരിഞ്ഞു പോകരുത്. ഇത്രയും മതിയാവും. ഇതേപോലെ നമുക്ക് എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3/4 കപ്പിലും മേലെയാണ് എടുത്താണ്. 1 കപ്പ് ഫുൾ എടുത്തിട്ടില്ല. അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മേളിലെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് മധുരത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഇത് ഏലക്കായ പൊടിച്ചതാണ്. ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചതുകൊണ്ട് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഏലക്കായ മാത്രം പൊടിച്ചതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2 ഗ്ലാസ് പാലും കൂടി ഇട്ട് കൊടുക്കാം. 2 കപ്പാണ്. 250 ml കപ്പിൽ 2 കപ്പ് പാലും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മുട്ട അടിച്ച് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ക്യാരറ്റ് 1 കപ്പോളം ചിരകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇതേപോലെ ഇടാതെ തന്നെ ചെയ്യാം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് ഇതേപോലെ ഒരു കേക്ക് ടിന്ന് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നെയ്യൊക്കെ ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ പത്തിരി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പം എനിക്കൊരു 12 പത്തിരി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിന്ന് ഓരോ ലെയറായിട്ട് വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം ഞാനിപ്പോൾ ഇത് ഒരു കയ്യിൽ ഒഴിക്കുന്നുണ്ട്. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പത്തിരി ഓരോന്നെ എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കേക്ക് ടിന്നിൻ്റെ ആ ഒരു വലിപ്പമാണ് എനിക്ക് കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി കുറച്ച് നമ്മുടെ ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്നട്ടും പിന്നെ കിസ്മിസും കറുത്ത മുന്തിരിയും കൂടി നെയ്യിൽ വറുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ലെയറിലും. ഇതിപ്പോൾ നമുക്കിവിടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വറുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉണക്കമുന്തിരി ഇത് നമുക്ക് വറുത്തത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയർ നമുക്ക് ഇത് ഫുള്ളാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് എല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
മീതയിൽ ഞാൻ കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ അടിക്കട്ടിയുള്ളൊരു പാത്രം ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിന്ന് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45-50 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് 50 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് അതായത് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അതിൻ്റെ ഉള്ളൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പത്തിൽ നിന്ന് ഇറക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്യാം. കത്തിയും കൊണ്ടൊന്നും ഇങ്ങനെ ഒന്ന് അരികപ്പൊക്കെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ചായക്കൊക്കെ ഒപ്പം കഴിക്കാനൊക്കെ നല്ലതാണ്. കുട്ടികളൊക്കെ വരുമ്പോൾ കൊടുക്കാം. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.